ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊരു പോട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള എന്ത് പോട്ടാണെങ്കിലും എടുക്കാം. എന്തെങ്കിലും ഐസ്ക്രീമിൻ്റെ പോട്ടോ ഇനി പൊട്ടിയ പോട്ടോ എന്ത് കളഞ്ഞിട്ടുള്ള എന്ത് പോട്ടും നമുക്ക് കുറച്ചൊരു എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കാനുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു പോട്ടായിരിക്കണം. അത് പൊട്ടിയതായാലും കഷ്ണം പോയതാണെങ്കിലൊക്കെ നമുക്ക് അതങ്ങനെ കൂട്ടിച്ചേർത്തെടുക്കാം. അപ്പോൾ എന്തെങ്കിലുമായി നമ്മളെടുത്ത് വേസ്റ്റായിട്ടുള്ള ബക്കറ്റോ പെയിൻറ്റിൻ്റെ ബക്കറ്റോ എന്തോ ആവും. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഒരു ചട്ടിയെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെടിച്ചട്ടി തന്നെ പൊട്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഗുജലി സാധനങ്ങളുണ്ടാവില്ലേ, നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിലിട്ടിട്ടുണ്ടായിരുന്ന ഒരു പോട്ട് എടുത്തിട്ട് വന്നതാണ്. നല്ലതിൽ തന്നെ കാണിക്കായിരുന്നു, പക്ഷേ നിങ്ങൾക്കിത് എങ്ങനെ പൊട്ടിയതിനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കാണിക്കണം എന്ന് വിചാരിച്ചാണ് ഞാനിത് തന്നെ എടുത്തത്. അപ്പോൾ ഇതെന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് പൊട്ടി, ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് പൊട്ടിയതാണ്. അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലാണ്, ഗ്ലാസിൻ്റെ പൊടിയാണ്. ഇത് ഞാൻ നന്നായിട്ട് പേപ്പറിൽ വെച്ചിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് പൊടിക്കണം, നല്ലോണം പഞ്ചസാര പോലെ പൊടിയരുത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തും യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ഷീറ്റോ പേപ്പറോ, ഞാനിവിടെ കാർഡ്ബോർഡ് ഷീറ്റോ ഒന്നും ഒട്ടിക്കാം. ഇത് ഞാൻ കല്യാണത്തിൻ്റെ കാർഡ് ഉണ്ടാവില്ലേ, കവർ, അത് ഒട്ടിച്ചാണ് ഞാൻ ഇത് പാച്ച് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടി ഫെവിക്കോള്, നല്ല കട്ടിയുള്ള ഫെവിക്കോള്, MR/SH അല്ലേ കട്ടിയുള്ളത്, അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ലവണ്ണം കൈവച്ച് അമർത്തി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് പൊങ്ങിപ്പോവും. ഇതിൻ്റെ മേലെ നമുക്ക് ഒരു മാസ്കിങ് ടേപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം, ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ വക്കൊക്കെ മുറിച്ച് കളഞ്ഞതാണല്ലോ, നേരത്തെ കുറച്ചേ വക്കുണ്ടായിരുന്നു ഇതിന്, ബാക്കിയുള്ള വക്കും ഞാൻ മുറിച്ച് കളഞ്ഞതാണ്. കാരണം നമ്മൾ ഗ്ലാസ് വെച്ച് ഒട്ടിക്കുമ്പോൾ വക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ബോറായിരിക്കും, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് പൊളിച്ച് കളഞ്ഞു. ഇനി നമുക്ക് താഴെയും മീത്തയും ഞാൻ പറഞ്ഞ പോലെ സെല്ലോ ടോപ്പ് വെച്ചിട്ട് കൂടി ഒന്ന് ഒട്ടിക്കണം. എന്നാലേ അത് നന്നായിട്ട് ഉറച്ച് നിൽക്കുള്ളൂ. വക്ക് പോയത് കൊണ്ട് കുറച്ച് ബലം അതിന് വേണമല്ലോ, സ്ട്രോങ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ചെടിച്ചട്ടി, നമ്മൾ നട്ട എന്തെങ്കിലും ചെടിച്ചട്ടി അകത്ത് കയറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് മാറി മാറി വെക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ. ഇതിൽ മണ്ണിട്ട് നടുന്നതിനും പ്രശ്നമൊന്നുമില്ല. നമ്മളകത്തും പുറത്തൊക്കെ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ മോഡ് പോജ് പശ കലക്കിയിട്ട്, വെള്ളത്തിൽ കലക്കിയിട്ട് ഫുള്ള് നമ്മൾ ഒന്നുകൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അകത്ത് വാർണിഷും ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നും ആവില്ല, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആവില്ല, അങ്ങനെ തന്നെ നിന്നോളും, നല്ല സ്ട്രോങ് ആയിരിക്കും. പൊട്ടിയ ഭാഗങ്ങളിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. കാരണം അവിടെ വേഗം അടർന്നു പോകാൻ ചാൻസ് ഉണ്ടല്ലോ, നമ്മൾ പേപ്പർ വെച്ച് കവർ ചെയ്തതാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ് ആ സ്ഥലത്ത് തന്നെ ഞാൻ കുറച്ച് സ്ട്രോങ്ങിൽ വേറെയും പീസ് വെച്ച് ഒട്ടിച്ചത്. ഇനിയിപ്പോൾ പേപ്പറും കൂടി വെച്ച് ഒട്ടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നന്നായിട്ട് നിന്നോളും. താഴെ അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ മുറിച്ച് കൊടുത്ത് താഴെയും ആ വരുന്ന ഭാഗം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ ചെറിയൊരു ഹോള് കാണുന്നുണ്ടായിരുന്നു, അവിടെയും ഞാൻ മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് അതുപോലെ തന്നെ കവർ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല സ്ട്രോങ് ആയി നിന്നോളും. അപ്പോൾ ചട്ടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മോഡ് പോജ് കലക്കി ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് പശയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മോഡ് പോജ് ഉണ്ടാക്കാം. വാങ്ങാനും കിട്ടും, എന്നാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുത്തുള്ള ഏത് ഫെവിക്കോളോ ഏത് വൈറ്റ് ഗ്ലൂ ഏതായാലും മതി, അതും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് ഇതുപോലെ മോഡ് പോജ് ഉണ്ടാക്കാം. അത് നന്നായിട്ട് പോട്ടിലേക്ക് തേച്ച് കൊടുത്ത് പേപ്പർ അതിൻ്റെ മേലെ വെച്ചിട്ട് അത് പേപ്പറിൻ്റെ മേലെയും ഒരു കോട്ട് ഇതേ മോഡ് പോജ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ ഇവിടെ നിന്നോളും.
ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല പാറ പോലെ ഉറച്ച് കിട്ടും നമുക്ക്. ഇപ്പോൾ അടിക്കുന്ന സമയത്ത് നനഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് എന്താവുമെന്ന്. പക്ഷേ നമുക്ക് ഉണങ്ങിയാൽ നല്ല ഉറപ്പായിരിക്കില്ലേ അവിടെ, അതുപോലെ തന്നെ നല്ല ഉറപ്പാണ്. അപ്പോൾ പോട്ട് നല്ല സ്ട്രോങ് ആയി പോട്ട്. ഇനി പോട്ട് വെറുതെ നമുക്കിതുപോലെ ഇതിൻ്റെ മേലെ ഇത് തന്നെയാണോന്നില്ല. ഇപ്പം ഞാനിതിന് ഗ്ലാസിൻ്റെ പോട്ട് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ പീസുകൾ വെച്ചിട്ടല്ലേ ഇതിന് ഞാൻ കവർ ചെയ്യുന്നത്. അതുപോലെ എന്ത് വെച്ചിട്ട് നമ്മൾക്ക് കവർ ചെയ്യാം. വേസ്റ്റ് വന്ന് നമ്മൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തും, അരി അതുപോലെയുള്ള പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് വാർണിഷ് മുകളിൽ അടിച്ചു കൊടുത്താൽ എന്ത് വേണമെങ്കിലും നമുക്ക് സാൻഡിൽ പോലും അങ്ങനെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. എങ്ങനെ വെച്ചാലും നല്ല ഭംഗി തന്നെയാണ്. പിന്നെ പേപ്പർ, നല്ല കളർ പേപ്പറോ അതല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പോട്ട് ചെയ്തെടുക്കാം. തുണിയൊക്കെ വെച്ച് ചെയ്യുന്നെങ്കിൽ പേപ്പർ ഒട്ടിക്കണം എന്നില്ല. ഞാനിപ്പോൾ പേപ്പർ ഒട്ടിച്ചത് നമ്മളിതിൻ്റെ മുകളിൽ ഗ്ലാസ് നേരിട്ട് ഒട്ടിക്കുമ്പോൾ ഇത് രണ്ടും അത്രയും ഇത് കിട്ടില്ലല്ലോ. നമ്മൾ പേപ്പർ ആകുമ്പോൾ ഇടയിൽ കുറച്ച് കൂടി ഒട്ടാനുള്ളൊരു പശക്ക് ഒട്ടാനുള്ളൊരു സ്ട്രോങ് കിട്ടും. അതുപോലെയല്ല നമ്മൾ നേരിട്ട് ഒട്ടിക്കുമ്പോൾ അത്രയും ഒട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചുകൂടി സ്ട്രോങ്ങിനും കൂടിയാണ് ഞാൻ പേപ്പർ ഒട്ടിച്ചത്. അടിയും നന്നായിട്ട് നിൽക്കുമല്ലോ. അപ്പം ഞാൻ ആ ഗ്ലാസ് പീസുകൾ പൊട്ടിച്ചെടുത്തില്ല നമ്മൾ നേരത്തെ, അതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊരു പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടാവില്ല, ചെറിയ കണ്ണുള്ള, അല്ലാതെ വലുതല്ല, അതിലിട്ട് ഒന്ന് പേപ്പർ അടിയിൽ വെച്ച് ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസുകളൊക്കെ പോയിക്കോളും. അതാണ് കുറച്ച് മോനയായിട്ടുണ്ടാവും, അത് കൈക്ക് തട്ടും. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കൈ മുറിയില്ലേ, ഒന്നും ആവില്ല. ഇത് നമ്മളെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ പോലെയാണ്, ഒന്നും ആകുന്നില്ല. അതിൻ്റെ സൈഡൊക്കെ നല്ല ഉരുണ്ട പോലെയാണ്. അപ്പോൾ ഇതിന് ഒരു മോനയെന്ന് പറയുന്നൊരു ഇതില്ല, സാധാ ഗ്ലാസ് പീസ് പോലെയല്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾക്ക് പോട്ടിലേക്ക് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കാം. നന്ന സ്ട്രോങ്, കുറച്ച് കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണം, കാരണം ഇത് ഒട്ടാനുള്ളതല്ലേ. അപ്പോൾ ഇത് വിതറി കൊടുക്കുമ്പോൾ അതിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ഇതുപോലെ പശ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. ഒരു സൈഡ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റേ സൈഡ് ഒട്ടിക്കാൻ, ഇല്ലെങ്കിൽ ഇത് ഒന്നാകെ അടർന്ന് വീണ് പോകും. അത് ശ്രദ്ധിക്കണം. കൈ കൊണ്ട് തന്നെ നമ്മൾ അമർത്തി കൊടുത്താൽ മതി. അത് അങ്ങനെ തന്നെ നിന്നോളും, പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നുണ്ട്. നമ്മൾ തുണിയിലിട്ടിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ, ഈ കഴുകിയിട്ട് അങ്ങനെ തന്നെ ഒട്ടിക്കരുത്. അപ്പോൾ ഇത് ഒട്ടില്ല. അതിൻ്റെ നനവും പശയിലേക്ക് വരുമ്പോൾ പശ കുറച്ച് ലൂസായി പോകും. അപ്പോൾ ഒട്ടില്ല എന്നല്ല, വേഗമൊന്നും ഒട്ടില്ല, കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് ഉണക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയാണ് ഞാൻ തുണിയിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തത്. പിന്നെ ഗ്ലാസിൻ്റെ അഴുക്കൊക്കെ പോയിട്ട് നമ്മൾ ഗ്യാസിൽ പാചകമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നു, ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ആ ചൂടിൽ തന്നെ വീണ്ടും കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് നേരത്തെ ഒരു ഗ്യാസ് സ്റ്റവ് ഇതുപോലെ പൊട്ടിയതാണ്. അപ്പോൾ അതും ഇങ്ങനെ, അപ്പോൾ അത് കളഞ്ഞതാണ്. ഇതിനെ നമുക്ക് ഇപ്പോൾ കളയാനും തന്നെ ഇതിന് വലിയൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഗ്ലാസ്സൊന്നും ഇപ്പോൾ കളയാൻ വലിയ പാടാണ്. ആരും ഇപ്പോൾ കൊടുക്കാനും പറ്റില്ല, ഇത് കത്തിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കുഴിച്ചിട്ടൊക്കെ ഇടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ വേസ്റ്റൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതിയെ തന്നെ നമുക്ക് ഒരുപാട് സംരക്ഷിക്കാം. ഇതുപോലെയുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വലുതായിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും, പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റായിട്ടും ഇതേപോലെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിവതും പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ കൊടുക്കുക. അതൊക്കെ ഇപ്പോൾ നമുക്ക് കൊണ്ടുപോയി കൊടുത്താലും വന്നിട്ട് എടുക്കുന്നവരൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കത്തിക്കാതിരിക്കാൻ തന്നെയാണ് കഴിവതും ചെയ്യേണ്ടത്. നമ്മൾ ഈ കൊടുക്കുന്ന മടിക്കാണ് കത്തിക്കുന്നത്. അതിൻ്റെ പുക ശ്വസിച്ചിട്ട് രോഗങ്ങളൊക്കെ വരുത്തി വെക്കുന്നതിനേക്കാളൊക്കെ നമുക്കതല്ലേ ബെറ്റർ. കുറച്ച് വരുന്നവർക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അല്ലാതെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടുന്നവരും സ്ഥലവും ഉണ്ട്, അത് നമ്മുടെ നാട്ടിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുത്ത പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്കത് ആരോഗ്യത്തിന് നല്ലതല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കഴിവതും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഇതിപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം. ഇതുപോലെ ഒരു പോട്ട് വാങ്ങാനാണെങ്കിൽ എന്തായാലും നല്ല ഒരു 10, 400, 500 ഇല്ലാണ്ട് എന്തായാലും കിട്ടൂല. അത് നമ്മൾ വെറും വേസ്റ്റായിട്ട് കളയുന്ന പ്ലാസ്റ്റിക്കും വേസ്റ്റായി കളയുന്ന ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് പശ, അതേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ചെങ്കിലും നമ്മൾ പൈസൻ്റെതെന്ന് പറയാൻ അത്രയും നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. പേപ്പറും അങ്ങനെ തന്നെ വേസ്റ്റായിട്ട് പോകുന്ന പഴയ പേപ്പർ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ വെക്കുകയാണെങ്കിൽ വരുന്നവരും
ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കാണുമ്പോൾ. നമ്മളോട് ചോദിക്കും ഇതൊക്കെ ഉണ്ടാക്കിയതാണോ. ആദ്യം ആരും വിശ്വസിക്കില്ല, കാരണം ഈ പോട്ട് അത്രയ്ക്ക് ഭംഗിയാണ്. നിങ്ങൾ ഇതിപ്പോൾ ഇതിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ത് ഇങ്ങനെ കളയുമ്പോഴും ആദ്യം ഒന്ന് ചിന്തിക്കുക ഇതുകൊണ്ട് എന്തെങ്കിലും. ഞാൻ ഇത് പൊട്ടിയിട്ട് കാണുമ്പോൾ തന്നെ, ഇത് ഉതിർന്ന് കാണുമ്പോൾ തന്നെ ഇതൊരു കല്ല് മാതിരി നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു തിളക്കമാണ് ഇതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്താലോ. മുമ്പ് അതുപോലെ കളഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇത് ഗ്യാസ് പൊട്ടിയപ്പോൾ ഭയങ്കര വിഷമമായെങ്കിലും ഇതുകൊണ്ട് കളഞ്ഞാലോ, എന്തെങ്കിലും ചെയ്താലോ എന്ന് കളയുന്നതിന് മുമ്പ് ഓർത്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ തന്നെ ഞാനത് കവറിലാക്കി വെച്ച്. പൊതുവേ അങ്ങനെയാണ്, മുകളിലൊരു റൂം തന്നെയുണ്ട്, അത് ഫുള്ള് ഗോഡൗൺ പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെയുള്ള വേസ്റ്റൊക്കെ ഞാൻ അങ്ങനെ വേസ്റ്റും വാങ്ങിയ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് അതിലാണ് വെക്കുക. ഇതുപോലെ എല്ലാം ഇനിയിപ്പോൾ ഞാനിത് ഉണങ്ങാൻ കുറച്ച് ഓരോ സൈഡും ഇങ്ങനെ തന്നെ വേറെ വേറെ ആയിട്ട് ഒട്ടിക്കണം. നമ്മൾ ഉണങ്ങുമ്പോൾ അപ്പർ സൈഡ് അത് അങ്ങനെ ചെയ്തിട്ട് ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ അപ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യുകയാണല്ലോ, ഞാനിപ്പോൾ കാണിക്കണമല്ലോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയാലേ നമുക്കിതിൽ ചെടി വെക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറെങ്കിലും നമ്മളങ്ങനെ തന്നെ അത് വെക്കുക. നമ്മൾ വെച്ചാൽ തന്നെ അത് ഉണങ്ങിക്കോളും. വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ വെറുതെ അകത്ത് വെച്ചാലും ഉണങ്ങും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുത്തത്. ഞാൻ ലാസ്റ്റ് ഒന്ന് ഹെയർ ഡ്രയർ ഒന്ന് കാട്ടി, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത പണിയൊക്കെ വെള്ളത്തിലായി പോകും. അപ്പോൾ പിന്നെ ഒന്നും നല്ല സ്ട്രോങ് ആയി കുറച്ചും കൂടി. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അങ്ങനെ വലിയ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പ് വന്നാലും ഞാൻ അതിന് വേണ്ടിയാണ് ഇത് പ്രത്യേകം കാണിച്ചത്. നമ്മൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ പിന്നെയും അതേ പക്ഷേ എന്നെ ഇട്ടിട്ട് ഒട്ടിച്ചാലും മതി. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചില സ്ഥലത്തൊക്കെ വിട്ടുപോയ ഭാഗത്തൊക്കെ അടർന്നു പോയ ഭാഗത്തൊക്കെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്ഥലത്തെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് പോട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും ഇത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്യാസ് ടോപ്പൊന്നും പൊട്ടിക്കാൻ പോകണ്ട. ഇതുപോലെ എന്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിൻ്റെ അകത്ത് ഒരു കോട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെടി അകത്ത് വെക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിലേക്ക് ചെടി ഇറക്കി വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടി ഒന്ന് ഇറക്കി വെച്ചതാണ് തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.